ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇതെൻ്റെ ഫ്രീ ടെലിഗ്രാം ചാനലാണ്. ഇന്ന് നമ്മൾ കൊടുത്തിട്ടുള്ള ട്രേഡുകളും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. 2 ട്രേഡാണ് കൊടുത്തിട്ടുള്ളൂ. അതിൽ ഫസ്റ്റ് ട്രേഡ് നമുക്ക് ഒരു SL-ആണ്. രണ്ടാമത്തെ ട്രേഡ് അതൊരു പ്രോപ്പർ ട്രേഡല്ല, മനസ്സിലായില്ലേ. അത് റിട്ടേൺ കയറുന്ന സമയത്താണ് അതിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ട്രേഡാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു എൻട്രി കൊടുത്തിട്ടുള്ളൂ, അതൊരു SL-ആണ്. ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡ് SL തന്നെയാണ്. 9:22 നമുക്ക് SL കിട്ടിയിട്ടുണ്ട്. ഒരു 2 ട്രേഡ് നമ്മൾ നോക്കിയിരുന്നു, പക്ഷേ അതിലൊന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ ഫ്രീ ഗ്രൂപ്പ് നിർത്തുക ചെയ്തത്. ഇന്നത്തേക്ക് നിർത്തുക ചെയ്തത്, മനസ്സിലായില്ലേ. പിന്നെ നമ്മൾ പെയ്ഡ് ഗ്രൂപ്പിലാണ് ഫുള്ള് കോഴ്സ് കൊടുത്തിരുന്നത്. പെയ്ഡ് ഗ്രൂപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ട്രേഡ് SL-ആണ്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് ഫ്രീ ഗ്രൂപ്പിലത്തെ, ലാസ്റ്റ് ട്രേഡ് പെയ്ഡ് ഗ്രൂപ്പിലത്തെ SL തന്നെയാണ്. അപ്പോൾ ഈ 2 SL-ആണെന്ന് വന്നതാണത്. നമുക്ക് പെയ്ഡ് ഗ്രൂപ്പിൽ നല്ല രീതിക്കുള്ള ട്രേഡിങ് കിട്ടിയിട്ടുണ്ട്. അതായത് സെൻസസ് ഒരു ഫുൾ ടാർഗറ്റ് വന്നുള്ള ട്രേഡ് ഉണ്ട്. സെൻസസ് ഒരെണ്ണമല്ല, 2-3 ഫുൾ ടാർഗറ്റ് ഉണ്ട് സെൻസസിലൊന്ന്. നിഫ്റ്റിയിലത്തെ ഒരു ഫുൾ ടാർഗറ്റാണ്. ഇതൊക്കെ പെയ്ഡ് ഗ്രൂപ്പിലത്തെ ടാർഗറ്റാണ് കേട്ടോ. ഇത് സെൻസസിലത്തെ വേറൊരു ടാർഗറ്റാണ്, 200 പോയിൻ്റ്. സെൻസസിൽ പിന്നെയും കിട്ടിയിട്ടുണ്ടായിരുന്നു, അതാണ് ഇത് 200 പോയിൻ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടലായിട്ടുള്ള ഇന്നത്തെ ഒരു കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. നമുക്ക് ചാർട്ടിലേക്ക് പോയി കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഫ്രീ ഗ്രൂപ്പിൻ്റെ ട്രേഡിങ് സെറ്റപ്പ് മനസ്സിലാക്കിയിട്ട് ചാർട്ടിലേക്ക് പോകാം. നിങ്ങളെപ്പോൾ നോക്കിയാലും ട്രേഡ് എടുക്കുമ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ ലോസിങ്, റെഡ് ക്യാൻഡിൽ റിജക്ഷൻ. ഞാൻ ഇപ്പോൾ രാവിലെ 24,000 PE നിഫ്റ്റി ഞാൻ തന്നു വയ്ക്കുക. അതിൻ്റെ പ്രൈസ് 195 40 വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്യണം. അതേ പ്രൈസിൻ്റെ മുകളിൽ, ഏത് പ്രൈസ് 195 40 മുകളിൽ തന്നെ റെഡ് ക്യാൻഡിൽ ലോസ് ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും ക്ഷമ വേണം. പിന്നത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിംഗ് വ്യൂ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ട്രേഡിംഗ് വ്യൂവിൽ സ്പോട്ട് ചാർട്ട് നോക്കിയിട്ടുള്ള ട്രേഡിംഗ് അല്ല. നിങ്ങൾ 24,000 PE എന്ന് പറഞ്ഞ സ്ട്രൈക്ക് ചാർട്ട് നിങ്ങൾ തുറന്നു വെച്ചിരിക്കണം ട്രേഡിംഗ് വ്യൂവിൽ. എന്നാലാണ് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. കറക്റ്റായിട്ട് കേൾക്കുക, സ്ട്രൈക്ക് ചാർട്ട് തുറന്നു വെച്ച് എന്നാലാണ് എൻ്റെ ഒപ്പം നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. സ്പോട്ട് ചാർട്ട് നോക്കിയിട്ടുള്ള ട്രേഡിംഗ് അല്ല ഞങ്ങളുടെ പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മൾ പ്രോപ്പർ സ്ട്രൈക്ക് ചാർട്ട് നോക്കിയുള്ള ട്രേഡിംഗ് ആണ്. നമ്മൾ എക്സാക്റ്റ് പ്രൈസിലാണ് ട്രേഡ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഫ്രീ ടെലിഗ്രാം ചാനൽ കേട്ടോ. നമ്മൾ ഇത്ര അധികം നിഫ്റ്റിയിലും സെൻസസിലായിട്ട് ഇഷ്ടം പോലെ സ്ട്രൈക്കുകളിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും സ്ട്രൈക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും സ്ട്രൈക്കുകൾ നമുക്ക് ട്രേഡുകൾ ഉണ്ടായിരുന്നു, പ്ലാനിങ്ങുകളുണ്ടായിരുന്നു. കുറേ സ്ട്രൈക്കുകളൊക്കെ ആക്റ്റീവ് തന്നെയാണ്. ഇതിൽ ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തല്ലാണ്ട് പേഴ്സണലി ചോദിച്ച ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട സ്ട്രൈക്കുകളും പ്രൈസുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു ലിസ്റ്റ് വന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് നിഫ്റ്റി എടുത്ത കാര്യങ്ങൾ തന്നെ നോക്കാം. മാർക്കറ്റ് കഴിഞ്ഞിട്ടില്ലേ, മാർക്കറ്റ് റണ്ണിങ് തന്നെയാണ്. നിഫ്റ്റി ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അവിടെ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. രണ്ടിനും സാധ്യതകളുണ്ട്. നിഫ്റ്റി മാത്രം നോക്കണല്ലോ, ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം ഒന്നും പറയണല്ലേ. നിഫ്റ്റിയാണല്ലോ മെയിൻ. അതുകൊണ്ട് നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞിട്ട് പോകാം. പിന്നെ പലർക്കും ഗോൾഡ് ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്യാനൊരു ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോറക്സ് ആണ് കേട്ടോ. ഫോറക്സ് ചെയ്യുമ്പോൾ ഞാനത് പഠിച്ചിരിക്കണം, നിങ്ങൾക്കത് അറിഞ്ഞിരിക്കണം. ഈ 2 സെറ്റപ്പും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തത് 3304.76 അതിൻ്റെ മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ലോസ് കൊണ്ട് റെഡ് ക്യാൻഡിൽ റിജക്റ്റ് ചെയ്യണം, പിന്നെ ട്രേഡ് എടുക്കണം. അതേപോലെ തന്നെ അടിയിലേക്ക് വരികയാണെങ്കിൽ 32.56 എന്ന് പറഞ്ഞ ലെവലാണ്. എൻ്റെ അടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു PE പ്ലാൻ ചെയ്യാം. എൻ്റെ ഇടയിൽ നിൽക്കുന്ന ടൈമിൽ ഇത് കയറുന്ന സമയത്ത് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, ഇത് തിരിച്ച് കയറുന്ന സമയത്ത് റെഡ് ക്യാൻഡിൽ ലോസ് ചെയ്തു നമുക്ക് ട്രേഡ് എടുക്കാം. 334 314 വരെ പോയിട്ടുണ്ട്. 10 പോയിൻ്റ് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അതൊരു മൂവ്മെൻറ്റ് തന്നെയാണ്. പിന്നെ കയറുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. റെഡ് ക്യാൻഡിൽ ലോസ് ചെയ്യണമെന്നുള്ളൂ. റെഡ് ക്യാൻഡിൽ അടിയിലാണ് ലോസ് ചെയ്തേക്കണം, അവിടെ ട്രേഡ് ഇല്ല. പിന്നെ റെഡ് ക്യാൻഡിൽ ലോസ് ചെയ്യണം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ കറക്റ്റ് ഗ്രീൻ ക്യാൻഡിൽ ലോസ് റെഡ് ക്യാൻഡിൽ റിജക്റ്റ് ആക്കി. ആ സെയിം പ്രൈസിൽ തന്നെ കയറണത് കേട്ടോ. 304 332 വരെ പോയി. 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ് വേണ്ടി യൂസ് ചെയ്യണത്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയെന്നുള്ളൂ. നമുക്ക് ആരെങ്കിലും ഫോറക്സിൽ ഗോൾഡൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഫണ്ടഡ് അക്കൗണ്ട്സൊക്കെ എടുത്തിട്ട് ട്രേഡിംഗ് ഒക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് അതും ജോയിൻ ചെയ്യാം. നമുക്ക് അത് നമുക്ക് കൺസിഡർ ചെയ്യാം. എൻ്റെ അതും കിട്ടും നിങ്ങൾക്ക്. ബിറ്റ് കോയിൻ ചെയ്യുമ്പോൾ ഞാൻ 15 മിനിറ്റാണ് നോക്കണത്, 5 മിനിറ്റും അല്ല. ഇതിനൊക്കെ ഓരോ ടൈം ഫ്രെയിം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഗോൾഡിന് 5 മിനിറ്റ്, ബിറ്റ് കോയിന് 15 മിനിറ്റ്. ഓൾറെഡി ഞാൻ ഇത് ബിറ്റ് കോയിനെ ചാട്ടണ നമ്മൾ 15 മിനിറ്റാണ് ബിറ്റ് കോയിന് നോക്കണത്. ഗോൾഡിന് 5 മിനിറ്റ് ടൈം ഫ്രെയിം, ബിറ്റ് കോയിനിൽ 15 മിനിറ്റ് ടൈം ഫ്രെയിം. അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണത്.
അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ ലൈൻ വരെ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ മോൾക്ക് കയറുമ്പോൾ ട്രേഡ് എടുക്കാന്നുള്ള കോൺസെപ്റ്റിൽ തന്നെയാണ് വെച്ച് വെച്ചാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കാണാമല്ലോ, നമ്മളുടെ ഒരു ലൈൻ വെച്ചിട്ടുണ്ടായിരുന്നു 77,627. അതിൻ്റെ മുകളിലേക്ക് ബയേഴ്സ് ലോസ് സെല്ലേഴ്സ് ഇങ്ങനെ റിജക്ട് ചെയ്താണ് നോക്കി നോക്കുക. ഇതാണ് സെല്ലേഴ്സ് റിജക്ട് ചെയ്ത ക്യാൻഡിൽ. ഈ ഒറ്റ ക്യാൻഡിൽ നിങ്ങൾ അവിടെ നിന്ന് എടുക്കും. ഇത് ചാടിക്കയറി എടുക്കണവർക്കൊക്കെ മെസ്സല്ല, മനസ്സിലായാല്. കറക്റ്റ് റെഡ് ക്യാൻഡിൽ ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. ലിമിറ്റിലെടുക്കാം, വളരെ സാവധാനം എടുത്താൽ മതി. 15 മിനിറ്റിലാക്കി ലിമിറ്റിലെടുക്കാം. അങ്ങനെ എടുത്ത ആൾക്കാർക്ക് പ്രോഫിറ്റ് തന്നെയാണ്. 77 81 വരെ ഈസി ആയിട്ട് പോയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെയും അതേ പൊസിഷനിൽ തന്നെ പിന്നെയും ട്രേഡ് എടുക്കാം. നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. ചിലപ്പോൾ ട്രേഡ് കിട്ടാണ്ടിരിക്കാം. അതൊക്കെ മാർക്കറ്റിൻ്റെ സിനാരിയോസാണ്. ഇവിടെ എസ് എൽ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. ഇവിടെ ബയേഴ്സ് ലോസ് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി നല്ല രീതിക്ക് 1000 പോയിൻ്റൊക്കെ അടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എസ് എൽ കൊടുക്കേണ്ടി വരും. നമ്മളൊരു 400-500 പോയിൻ്റൊക്കെ ഡോളർ എസ് എൽ കണക്കാക്കുക. $400 എസ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എസ് എൽ തന്നെയാണ്. അതിൻ്റെ മുകളിലേക്ക് നല്ല രീതിക്ക് പ്രോഫിറ്റ് എടുക്കുന്നവർക്ക് 400 പോയിൻ്റ് എസ് എൽ പ്രശ്നമില്ല. 400 പോയിൻ്റ് എസ് എൽ മിനി ലോട്ടിൽ നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. അത്ര ഉള്ള ചിന്തിക്കാവുള്ളൂ കേട്ടോ. ഇനി മുകളിലേക്ക് കാരണം തിരിച്ച് കാരണം നേരം ട്രേഡ് എടുക്കാം. ഇവിടെ കണ്ടില്ലേ റെഡ് ക്യാൻഡിൽ ഡെഡ് ലോസ്, പക്ഷേ നമുക്ക് ട്രേഡ് കിട്ടിയില്ല. അത് നല്ല രീതിക്ക് കയറിപ്പോയി. അതൊക്കെ ഇതിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നുള്ളത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ നോക്കുക, കറക്റ്റ് ബയേഴ്സ് ലോസ് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി നമുക്ക് ട്രേഡ് കിട്ടും അവിടെ, മനസ്സിലായില്ലേ. ഓൾറെഡി നമുക്ക് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റ് $4,000 പ്രോഫിറ്റിലാണ് ഓൾറെഡി നിൽക്കുന്നത്. ഇനി 96,477 അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്നാലാണ് ട്രേഡ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും സ്ട്രൈക്കുകളാണ് ട്രേഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിച്ചോടിച്ച് പോകാം. കുറേ ഉണ്ട് പറയാൻ, അതുകൊണ്ടാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു 24,150 PE-യിലാണ്. 24,150 PE-യിൽ നമുക്ക് ഇവിടെ കാണാം. ഈ ട്രേഡ് നമ്മൾ 10 ക്യാനിൽ എക്സിറ്റായി. ഈ ട്രേഡ് നമ്മൾ 10 ക്യാനിൽ എക്സിറ്റായി. പിന്നത്തെ ട്രേഡാണ് നമുക്ക് പ്രോഫിറ്റ് വന്നത്. അതിൽ 1:1 മുകളിൽ ഒരു 15 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടീഷൻസ് പറയേണ്ട കാര്യമെന്ന് വിചാരിക്കണം. ഇപ്പോൾ 79,200 PE സെൻസസ് ആണ്. ഇതൊരു 10 പോയിന്റിൽ എക്സിറ്റായി, ഇതൊരു 10 പോയിന്റ് എക്സിറ്റായി. മിനിമം പോയിൻ്റൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ 10 ക്യാൻഡിൽ നോക്കുക, ഇറങ്ങുക. 10 ക്യാൻഡിലിൽ എക്സിറ്റ് ആയതാണ് കേട്ടോ, പോയിൻ്റ് അല്ല, ക്യാൻഡിലിൽ. അടുത്ത് നമുക്കുണ്ടായിരുന്ന 24,200 CE-യിലാണ്. 24,200 CE-യിൽ രാവിലെ നമ്മളിത് ഫ്രീ ഗ്രൂപ്പിൽ പ്ലാൻ ചെയ്തതാണ് ഈ ട്രേഡ്. ഈ ട്രേഡ് ലിമിറ്റിൽ വന്ന് പോയിരുന്നെങ്കിൽ നമുക്കൊരു നല്ല പ്രോഫിറ്റ് കിട്ടിയാണ്. അത് കിട്ടിയില്ല, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത്തെ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെയ്ഡ് ഗ്രൂപ്പിൽ വന്നതാണ്. തിരിച്ച് കയറുമ്പോൾ സെല്ലേഴ്സ് നോക്കിയിട്ട് നമ്മൾ ഒരു വ്യത്യാസം നമുക്ക് ട്രേഡ് കിട്ടും. അങ്ങനെ കിട്ടിയ പോയിൻ്റാണ് 50 പോയിൻ്റ്. ഇത് നിഫ്റ്റിയിലത്തെ പ്രോഫിറ്റാണ്. ഇനി അടുത്ത് പറഞ്ഞാൽ 80,000 CE. ഇത് സെൻസസ് ആണ്. സെൻസസിൽ കുറേ നേരം നോക്കിയിരുന്ന് കിട്ടിയ ട്രേഡാണ് കേട്ടോ അത്. ഇത് കറക്റ്റ് ലിമിറ്റുന്ന പോലുള്ള ട്രേഡാണിത്. 200 പോയിൻ്റ് ക്യാച്ച് ചെയ്തുള്ള ട്രേഡാണത്. പിന്നെ നമുക്ക് സെൻസസിൽ 200 പോയിൻ്റ് വേറെയും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ സെൻസസൊക്കെ നമ്മൾ പേഡിൽ കൊടുക്കുന്നതാണ്. അതിപ്പോൾ ഫ്രീ ഗ്രൂപ്പിലുള്ളവർക്ക് കിട്ടില്ല. അതിനിപ്പോൾ ഒന്നും ചെയ്യാമല്ലേ കാര്യത്തിൽ, മനസ്സിലായില്ലേ. നിങ്ങൾ പേഡിൽ കയറുക എന്നുള്ളത് ചെയ്യാമല്ലോ. ഫസ്റ്റ് ട്രേഡ് നമുക്ക് 79,400 നമുക്ക് ലിമിറ്റിൽ നിന്ന് കിട്ടും. അതിൽ 200 പോയിൻ്റ് പോയിട്ടുണ്ട്. വൺ വേല തന്നെ നല്ല രീതിക്ക് പോയിട്ടുണ്ട്. രണ്ടാമത്തെ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 79,400 CE 200 പോയിൻ്റ് തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് ഒരു 120-130 പോയിൻ്റ് പോയിട്ട് ലിമിറ്റിക്ക് വന്നിട്ട് തിരിച്ച് കയറിയിട്ടാണ് ഫുൾ ടാർഗറ്റൊക്കെ പോയിക്കണത്. പിന്നെ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് കിട്ടും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാനിത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഇട്ടിട്ടുള്ള ലെവൽസാണ്. 166, 20, 202, 70. ഈ 2 പ്രൈസ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. ഒരു 8 മണിക്ക് ഇട്ടാണ് രാവിലെ. അതിൻ്റെ പെർഫോമൻസാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. 166, 20 മുകളിലേക്ക് ബയേഴ്സ് ലോസ് സെല്ലേഴ്സ് റിജക്ട് ചെയ്ത് ട്രേഡ് എടുക്കാം. ഇവിടെ സെല്ലേഴ്സിനെ കാണാൻ ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഈ രണ്ടാമത്തെ ചാൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ നമുക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി ലിമിറ്റിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ട്രേഡ് എടുക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇത് പക്ഷേ SL പോവും, മനസ്സിലായാലേ. ഈ ട്രേഡ് നമുക്ക് SL പോവും. SL പോയിട്ട് തിരിച്ച് കയറുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ വേറെ ഒരു രീതിയിലും കൂടി ഇതിന് എണ്ണാൻ പറ്റും. 1, 2, 3, 4, 5, 7, 8, 9, 10 ക്യാൻഡിലിൽ നിങ്ങൾക്ക് ഇത് ലിമിറ്റിൽ തന്നെ ഇറങ്ങാം, മനസ്സിലായില്ലേ. 10 ക്യാൻഡിലിൽ ലിമിറ്റിൽ ഇറങ്ങാം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ക് കൂട്ടാം. അല്ലെങ്കിൽ ഇപ്പോൾ SLക്ക് പോകാമെന്നുണ്ടെങ്കിൽ SL തന്നെയാണ്, 10 പോയിൻ്റ് SL തന്നെയാണ്. അല്ലെങ്കിൽ 10 ക്യാൻഡിൽ നോക്കിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ 10 ക്യാൻഡിൽ നിങ്ങൾക്ക് ലിമിറ്റിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. ഞാൻ എപ്പോഴും ഒരു 10 ക്യാൻഡിൽ അവിടെ നിങ്ങളുടെ മുമ്പിൽ ഇടാറുണ്ട്. പിന്നത്തെ കാര്യം ഇത് റീ എൻട്രി ആണ്. റീ എൻട്രി എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ്. ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്ത് റെഡ് ക്യാൻഡിൽ റിജക്റ്റ് ആക്കി ലിമിറ്റിൽ കിട്ടണ, ലിമിറ്റിലല്ല, ആ ഒരു കുറച്ച് പൈസകളുടെ വ്യത്യാസത്തിന് കിട്ടുന്ന ഒരു ട്രേഡാണത്. അപ്പോൾ അങ്ങനത്തെ ട്രേഡ് നല്ല രീതിക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ.
ഒരു 1 വേലത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 പോയിൻ്റ് ഈസിയായിട്ട് പോയിട്ടുള്ള ട്രേഡാണ്. 1:5 ആക്ടിവേറ്റുള്ള ട്രേഡാണ്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ട്രേഡാണ് കേട്ടോ. അത് സ്റ്റോറി നോക്കണവർക്ക് ഇത് കിട്ടും. അപ്പോൾ നിങ്ങൾ സ്റ്റോറി മാക്സിമം കാണാൻ ശ്രമിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ട്രേഡുകളൊക്കെ നമുക്ക് കിട്ടും. ഞാൻ ഡെയിലി അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. രാവിലെ നമ്മൾ ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലും കൊടുക്കണ ഏതെങ്കിലും ഒരു ട്രേഡ്, ഏതെങ്കിലും ഒരു ലെവൽസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിലിടും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് ചെക്കൗട്ട് ചെയ്തിട്ട് അങ്ങനെ ട്രേഡ് എടുക്കാം കേട്ടോ. പിന്നെ 23,300 C ഉണ്ട്. ഇതൊക്കെ 10 ക്യാൻഡലിൻ്റെ കഥ തന്നെയാണ്. ഇത് 10 ക്യാൻഡിൽ നോക്കി ഒരു മിനിമം പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ എക്സിറ്റ് അടിക്കുക ചെയ്തു. 10 ക്യാൻഡിൽ നോക്കി മിനിമം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 10 ക്യാൻഡിൽ എക്സിറ്റ് അടിക്കുക. മിനിമം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ തിരിച്ചു കയറുന്ന സമയത്ത് എടുക്കുക കേട്ടോ. 104 നമുക്ക് ഇനി എടുക്കാൻ പറ്റും. അതൊക്കെ നല്ല മൊമെൻറ്റ് പോയിട്ടുണ്ട് മുകളിലേക്ക്. അതൊക്കെ എടുത്ത് വരണമെങ്കിൽ പ്രോഫിറ്റിലായിരിക്കും, മാത്രമേ ഉള്ളൂ. 104 അത് നല്ല രീതിയിൽ 160 വരെ പോയിട്ടുണ്ട്. 104 എന്നാണ് പറയണത്. മൂന്നാമത്തെ എൻട്രി ആയിട്ട് കണക്കാക്കുമ്പോൾ ഇത് കറക്റ്റ് നമുക്ക് നോക്കിയാൽ കാണാം. ഇവിടെ 2 ട്രേഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ 2 ട്രേഡ് 24,300 ഒരു ട്രേഡ് നമ്മൾ ഇതേ പ്രൈസിലെടുത്തു. രണ്ടാമത്തെ ട്രേഡ് ഇതേ പ്രൈസിലെടുത്തു. മൂന്നാമത്തെ ട്രേഡിൽ നമ്മൾ കണ്ടീഷൻ നോക്കുക. ബയേഴ്സ് ലോസ് സെല്ലേഴ്സ് ചെക്ക് ആക്കി എക്സാക്ട് റെഡ് ക്യാനിൽ എവിടെയോ വന്നാൽ നോക്കുക. അവിടെ നമുക്ക് എടുക്കാൻ പറ്റും. എടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യാല്ലേ, വേറെ ട്രേഡ് നോക്കാന്നുള്ളൂ. ഇനിയിപ്പോൾ 127 അടുത്ത ലെവൽ വരുന്നത്. 127 നമുക്ക് ഇവിടെ സെല്ലേഴ്സിൻ്റെ മുകളിൽ വന്നാൽ അപ്പോൾ ട്രേഡ് എടുക്കാൻ പറ്റില്ല. ലിമിറ്റിൽ 5 മിനിറ്റിൽ വന്നാൽ എടുക്കാം. അങ്ങനത്തെ സിനാരി നടന്നിട്ടില്ല. ഇനി 122 നമുക്ക് എഗെയിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അടിയിലേക്ക് പോയി തിരിച്ച് കയറണം. മനസ്സിലായാലും അടിയിലേക്ക് ഇങ്ങനെ നല്ല രീതിക്ക് അടിയെ പോയിട്ട് തിരിച്ച് കയറണം. നമുക്ക് ട്രേഡ് എടുക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക. ഇവിടെ കറക്റ്റായിട്ട് ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് അടിയിൽ ക്ലോസ് ചെയ്തു. ഇവിടെ ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് മുകളിൽ ക്ലോസ് ചെയ്താണ്. 5 മിനിറ്റ് ലിമിറ്റിൽ വന്നിട്ടുണ്ട്. അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ ഇപ്പോൾ പ്രോഫിറ്റിലാണ് റണ്ണിങ് ചെയ്തുകൊണ്ട് കാണുന്നത്. ഓൾറെഡി 122, 133 10 പോയിന്റ് കിട്ടിയിട്ടുള്ള ട്രേഡാണ്. ഇത് പേഴ്സണൽ ഒരാൾക്ക് കൊടുത്ത ട്രേഡാണ്. 44 പോയിന്റ് പോയിട്ടുള്ള ഒരു ട്രേഡാണ്. പക്ഷേ ഫസ്റ്റ് ഇത് SL അടിച്ചിട്ടാണ് കയറി പോയിക്കണത് കേട്ടോ. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇവിടെ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി SL 10 പോയിന്റ് സ്വൈപ്പ് ചെയ്ത് തിരിച്ച് കയറുന്ന സമയത്ത് റീ എൻട്രിയിലാണ് ഈ പ്രോഫിറ്റ് കിട്ടുള്ളൂ. ചെറിയ SL ആണ് ഇടുന്നത്. അപ്പോൾ അത് അത്രയും പ്രൊട്ടക്റ്റ് ആയി നിൽക്കണമെങ്കിൽ അത്രയും കണ്ടീഷൻ അവിടെ വരണം, എന്നാലേ കാര്യമുള്ളൂ. ഇങ്ങനത്തെ ഒരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടും. ഞാനൊരു 15 പോയിന്റ് SL ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നോക്കി 15 പോയിന്റ് കിട്ടും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ SL ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ്. പിന്നെ 24,300 ഇത് ലാസ്റ്റ് ട്രേഡാണ്. ലാസ്റ്റ് ചെയ്തത് 12:30 പ്ലാൻ ചെയ്ത ട്രേഡാണിത്. നമുക്കിത് 2:30 ആയപ്പോഴാണ് ഈ ട്രേഡ് കിട്ടിയത് തന്നെ. ഇതൊരു 3 രൂപ വ്യത്യാസം കിട്ടിയ ട്രേഡാണ്. ഇതൊരു 28 പോയിന്റോളം പോയിട്ടുള്ള ട്രേഡാണ്. മുകളിൽ പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലോട്ട് തുറക്കത്തില്ലേ പറഞ്ഞു, പെയ്ഡ് ഗ്രൂപ്പ് നമുക്കൊരു SL ഉണ്ടായിരുന്നു. ആ SL ഇതാണ്. മുകളിൽ നമുക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അവിടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി ഡയറക്റ്റ് SL ആണത്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. നമുക്ക് ട്രേഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നമ്മളതിലെ സ്റ്റോറീസിൽ ഇനി തൊട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് എന്താണ് ലെവൽസ്, എവിടെ നിന്നാണ് എടുക്കേണ്ടത്, ബൈയിങ് പ്രൈസ്, എക്സാക്റ്റ് ബൈയിങ് പ്രൈസ് ഇതാണ്. ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്യും. പിന്നെ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. നിങ്ങൾക്കൊരു എക്സാക്റ്റ് ബൈയിങ് പ്രൈസ് കിട്ടുന്ന ട്രേഡ്സ് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഗുണം ചെയ്യുള്ളൂ. ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗസ് ആയിട്ടുള്ള പരിപാടി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ ഗസ്സിങ്ങിൻ്റെ ആവശ്യമില്ല. എക്സാക്റ്റ് ബൈയിങ് പ്രൈസ് നമുക്ക് കിട്ടും മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന്. അത് റണ്ണിങ് ടൈമിൽ കിട്ടും. നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും ഈസിയായിട്ട്. എങ്ങനെയാണ് ബൈയിങ് പ്രൈസ് വരുന്നത്, എവിടെ നിന്നാണ്, എങ്ങനെയാണ് ട്രേഡ് കിട്ടണത്. ചില ദിവസങ്ങളിൽ ട്രാപ്പൊക്കെ ഉണ്ടാകും. അതൊക്കെ അങ്ങനെ തന്നെയാണ്. 1 മിനിറ്റ് ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്ന ഇഷ്ടംപോലെ ട്രേഡുകൾ കിട്ടും. നമ്മളൊരു SL അടിച്ചാൽ വരെ നമുക്ക് പ്രശ്നമില്ല. നമുക്ക് വേറെ ട്രേഡിൽ ഈസിയായിട്ട് റിക്കവറായി പോകും. പിന്നെ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ക്യാപിറ്റലൊക്കെ ഉള്ള ആൾക്കാർ, നല്ല ക്യാപിറ്റൽ ആൾക്കാരാണെങ്കിൽ ടെൻഷൻ വേണ്ട കാര്യമില്ല കേട്ടോ. എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ടെൻഷൻ വരേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ക്യാപിറ്റലിന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഒരു 5 ലക്ഷം ട്രേഡിങ് ക്യാപിറ്റലുള്ള ആൾക്കാർക്ക്, 5 ലക്ഷമൊക്കെ ഉള്ള ആൾക്കാർക്ക് എൻ്റെ ഒപ്പം വലിയ ടെൻഷൻ വരില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ടത് എപ്പോഴും ഒരു 2 ലോട്ട് 3 ലോട്ട് അല്ലെങ്കിൽ 5 ലോട്ട് അല്ല വേണ്ട 4 ലോട്ട് കണക്ക് കൂട്ടാം. നിങ്ങൾ എല്ലാ ട്രേഡറും 4 ലോട്ട് എടുക്കുക. 5 ലക്ഷം ക്യാപിറ്റൽ ആൾക്കാരെ വേണം 4 ലോട്ട് വെച്ച് എടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു 10-15 പോയിന്റ് മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് 2 ലോട്ടിന് വെക്കുക. ബാക്കി 2 ലോട്ടിന് SL തന്നെ വെക്കുക. നമുക്ക് ബാക്കിയൊക്കെയും പ്രോഫിറ്റിക്ക് വെയിറ്റ് ചെയ്തിരിക്കുക. 50 പോയിന്റ് പ്രോഫിറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ 35 പോയിന്റ് പ്രോഫിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇറങ്ങാം. മനസ്സിലായാലും നിങ്ങൾ അങ്ങനെ നിങ്ങളെ ക്യാപിറ്റൽ ഡബിൾ ആക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് പലർക്കും ഒരു ഇതുണ്ടാകും, 5 ലക്ഷം ഇങ്ങനെ ഡബിൾ ആകുന്നു. അതൊക്കെ ഡബിൾ ആകും. കറക്റ്റായിട്ട് 1 മിനിറ്റിൽ നമുക്ക് ഇഷ്ടംപോലെ ട്രേഡ് വരുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയാം. പുതിയ ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല. നിങ്ങൾ ഗ്രൂപ്പിൽ കയറിയിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും.
1 മിനിറ്റ് നോക്കിയാലും ഇഷ്ടംപോലെ ട്രേഡ് കിട്ടും. അപ്പോൾ മിനിമം പോയിന്റ് പിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് 5 ലക്ഷമൊക്കെ ഈസി ആയിട്ട് ഡബിൾ ആക്കാൻ പറ്റും. മനസ്സിലായോ? പക്ഷെ ഞാൻ ഈ 5 ലക്ഷത്തിൻ്റെ കാര്യം പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരും. മെയിനായിട്ട് ഇപ്പോൾ ഒരു 10,000 കൊണ്ടുവരുന്ന ആൾ അല്ലെങ്കിൽ 20,000 കൊണ്ടുവരുന്ന ആൾ പോട്ടെ 50,000 കൊണ്ടുവരുന്ന ആളാണെന്ന് നോക്കി നിങ്ങൾക്ക് 1 രൂപ കുറഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷനാണ്. നല്ല ക്യാപിറ്റൽ ആൾക്കാർക്ക് അങ്ങനത്തെ ടെൻഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് വെയിറ്റ് ചെയ്ത് നിങ്ങൾ നല്ല പ്രോഫിറ്റിക്ക് ഇരിക്കും. അതൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നൊരു സംഭവമാണ്. അത്രേ ഉള്ളൂ. നിങ്ങളെല്ലാവരും 5 ലക്ഷം കൊണ്ടുവന്ന് ട്രേഡ് ചെയ്യുമെന്നല്ല പറഞ്ഞത്. ഞാൻ പറയുകയാണ് 5 ലക്ഷത്തിൻ്റെ ഒരു കാര്യം. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ വലിയ ടെൻഷൻ വരില്ല. മനസ്സിലായില്ലേ? പിന്നെ മാക്സിമം എൻ്റെ ഒപ്പം നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങളാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. ബാക്കിയുള്ളവർ എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക, അത്രേ ഉള്ളൂ. എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ ഒപ്പം നിങ്ങൾക്ക് ട്രേഡ് സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ എൻ്റെ കയ്യിൽ വരുന്ന എല്ലാ ട്രേഡും എടുക്കാൻ നോക്കണം. അത് സെൻസസ് ആണെങ്കിലും ശരി, നിഫ്റ്റി ആണെങ്കിലും ശരി, എല്ലാ ട്രേഡും മാക്സിമം എടുത്താലാണ് നിങ്ങൾക്ക് പ്രോഫിറ്റിക്ക് വരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റിക്കൊന്നും വരാൻ പറ്റില്ല. 1 ട്രേഡ് 2 ട്രേഡ് എടുത്തു, ആദ്യ ട്രേഡ് എസ്എല്ലായി, ഞാൻ പേടിച്ചു, ഒന്ന് നിർത്താം, ക്യാപിറ്റൽ കുറഞ്ഞു, അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങളപ്പോൾ നോക്കിയാൽ ഇത് തന്നെ ചെയ്യാൻ പോണത്. എൻ്റെ കൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ അങ്ങനെ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റിൽ ഞാൻ പിന്നെയും പറയണം, 1 മിനിറ്റാണ് നോക്കണത്. 1 മിനിറ്റ് നോക്കുമ്പോൾ ഇഷ്ടം പോലെ ട്രേഡ് കിട്ടും. അപ്പോൾ ഇഷ്ടം പോലെ ട്രേഡിൽ നിങ്ങൾ ചാടി കയറേണ്ടിയും വരും. നമുക്ക് കണ്ടീഷൻ ആക്റ്റീവായിട്ടാണ് ട്രേഡ് മാത്രം കയറി വരുന്നത്. ഇന്നിപ്പോൾ ഞാൻ കണ്ടില്ല, ഇപ്പോൾ ഇത്രയും കാണിച്ചാൽ ഇത്രയും ട്രേഡ് ഉണ്ട്. പേഴ്സണലി പറഞ്ഞ ട്രേഡുകളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഞാൻ പറയണമെങ്കിൽ ഒരു 5-6 ട്രേഡൊക്കെ ഇന്ന് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇല്ലയെന്നില്ല, 5-6 ട്രേഡൊക്കെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. നല്ല പ്രോഫിറ്റ് വന്ന ട്രേഡുണ്ട്. എസ്എൽ അടിച്ച ട്രേഡ് ഉണ്ട്. എസ്എൽ എന്ന് പറഞ്ഞാൽ 10 പോയിന്റ്, നിഫ്റ്റിയിൽ 40 പോയിന്റ്, സെൻസസിൽ അങ്ങനെ വരുള്ളൂ. എസ്എൽ അതിൻ്റെ കൂടുതലൊന്നും വരില്ല. എൻ്റെ മോളിക്ക് നല്ല പ്രോഫിറ്റ് വരുന്ന ട്രേഡാണ്. നിങ്ങൾക്ക് എല്ലാ ട്രേഡും എടുക്കുന്ന ആൾക്കാർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. നിങ്ങൾ അത്യാവശ്യം മൈൻഡ് സെറ്റുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഫുൾ ടാർഗറ്റ് എടുക്കാനും പറ്റും. മാക്സിമം ഇതൊക്കെ ഒന്ന് പഠിക്കുക, എന്നിട്ട് നിങ്ങൾ ട്രേഡിങ്ങിക്ക് വരിക. ക്യാപിറ്റലുള്ളവർക്ക് വലിയ പ്രശ്നമില്ല. നല്ല ക്യാപിറ്റലുള്ളവർക്ക് വലിയ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നം വരില്ല. അവർ ഹോൾഡ് ചെയ്തോളൂ. ഇത്ര ലോട്ട് എടുക്കണുള്ളൂ, അവർക്ക് ഇത്ര റിസ്ക് വരുള്ളൂ, നമുക്ക് നന്നായിട്ട് അറിയാം. 2-3 ട്രേഡ് ഈസി ആയിട്ട് കവറായി പോവുകയും ചെയ്യും, നല്ല പ്രോഫിറ്റിങ് വരും ചെയ്യും. മനസ്സിലായില്ലേ? നിങ്ങളെപ്പോഴും ഒരു 5 ലക്ഷമുള്ള ആൾക്കാർക്ക് ഒരു 10,000-30,000 രൂപ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വകുപ്പ് എന്നും മാർക്കറ്റിലുണ്ട്. അത് മനസ്സിലാക്കുക. ഞാൻ റിട്ടേൺ കിട്ടുമെന്നല്ല പറയണത്. അങ്ങനത്തെ ഒരു സിനാരിയോ ഉണ്ട്. എല്ലാ ട്രേഡ് എടുത്താലേ കിട്ടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ റിയാലിറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഒരു മാജിക്കൽ ഫിഗർ അല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. താല്പര്യമുള്ളവർക്ക് എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യാം, ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇഷ്ടമുള്ളവർക്ക് പെയ്ഡ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കോഴ്സായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ ചെയ്യാം. ബൈയിങ് പ്രൈസ് എങ്ങനെയാണ് കിട്ടണത് എന്നുള്ളതാണ് സ്റ്റഡി. എക്സാക്റ്റ് സംഭവം തന്നെയാണ് പഠിപ്പിക്കുള്ളൂ. വേറെ വെള്ളം കിടക്കണ പരിപാടിയൊന്നുമില്ല. ഞാൻ എന്താണ് ചെയ്യണേ, ഞാൻ എന്തൊക്കെ കാര്യമാണ് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾ പഠിപ്പിക്കും. അതിലൊരു കാര്യവും വിട്ടുപോകില്ല. എല്ലാം നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാവും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ട്രേഡ് എടുക്കാനും പറ്റും. അപ്പോൾ നാളെ ചൊവ്വാഴ്ചയാണ്. നാളെ അടിപൊളി ട്രേഡിംഗ് ഡേ ആവട്ടെ. നല്ല ട്രേഡുകൾ കിട്ടട്ടെ. നല്ല പ്രോഫിറ്റുകൾ ജനറേറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.